സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. തിരുവനന്തപുരം സ്വദേശി കൃഷ്ണലാലിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ജോസി ബാബു കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. ജോസി, ഇപ്പോൾ എവിടെയാണ് ഹൃദയം? ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു എന്നറിയുന്നു. 2:50 കോട്ടയത്തേക്ക് ഹൃദയം എത്തിയത്. എയർ ആംബുലൻസിൽ കോട്ടയത്ത് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ എത്തിച്ച ഹൃദയം മെഡിക്കൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ റോഡ് മാർഗം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്തു. അല്പസമയത്തിനകം ശസ്ത്രക്രിയാ നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും മുതിർന്ന ഹൃദയരോഗ വിദഗ്ധനുമായ ഡോക്ടർ കെ ജയകുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും ശസ്ത്രക്രിയകൾ നടക്കുക. കുമരകം സ്വദേശിയായ അരുണിനാണ് ഹൃദയം തുന്നിച്ചേർക്കുക. വാഹനാപകടത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശി കൃഷ്ണലാലിന്റെ ഹൃദയമാണ് അരുണിന് തുന്നിച്ചേർക്കുക. കൃഷ്ണലാലിന്റെ ഹൃദയം ഉൾപ്പെടെയുള്ള വിവിധ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ കൃഷ്ണലാൽ വാഹനാപകടത്തിലാണ് മരിച്ചത്. കിംസ് ആശുപത്രിയിലായിരുന്നു മരണം സംഭവിച്ചത്. തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് തയ്യാറായതിനെ തുടർന്നാണ് വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഹൃദയം കോട്ടയത്തേക്ക് എത്തിച്ചത്. മറ്റ് അവയവങ്ങൾ ബന്ധപ്പെട്ട അവയവദാതാക്കളുടെ ക്രമീകരണം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ദ്രുതഗതിയിൽ തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ ഏകോപനം നടത്താൻ കഴിഞ്ഞുവെന്ന് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിലെ MLA യും മന്ത്രിയുമായ VN വാസവൻ അടക്കമുള്ളവരുടെ പ്രതികരണവും വന്നിരുന്നു. മന്ത്രി അടക്കമുള്ളവർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മെഡിക്കൽ സംഘത്തെ സ്വീകരിക്കാൻ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും വേഗത്തിൽ എല്ലാ നടപടിക്രമങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിയിരുന്നു. ശസ്ത്രക്രിയാ നടപടികൾ ഉടൻ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും 10 മിനിറ്റ് കൊണ്ട് തന്നെ കോട്ടയം നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ അപ്പുറത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വേഗത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്നുള്ള പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ഒരു യുവാവിന് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനുള്ള പ്രതീക്ഷയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും പങ്കുവെക്കുന്നത്. കൃഷ്ണലാലിന്റെ 5 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഇപ്പോൾ ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. ജോസി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.